ഇപ്പം മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ മലയാളികളടക്കം ഒരുപാട് ആൾക്കാർ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ അവിടേക്ക് എത്തിച്ചേരുന്നത്? അവിടെ വന്നാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് യാതൊരു ധാരണയില്ല. അപ്പോൾ സ്വാമി തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിക്കുക. കേരളത്തിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ രണ്ട് മാർഗ്ഗങ്ങൾ പ്രധാനമായിട്ടും യാത്രാ മാർഗ്ഗങ്ങൾ എന്നുള്ള നിലയ്ക്ക് നോക്കാം. ഒന്ന് വിമാനമാർഗ്ഗം, മറ്റൊന്ന് ട്രെയിൻ മാർഗ്ഗം. ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ. പ്രയാഗ്രാജിൽ എയർപോർട്ടുണ്ട്, ഡൊമസ്റ്റിക് എയർപോർട്ടാണ്. കൊച്ചിയിൽ നിന്നും ഫ്ലൈറ്റുകളുണ്ട്, പക്ഷേ ബാംഗ്ലൂരും ഹൈദരാബാദും ഒക്കെ കണക്ട് ചെയ്തിട്ടുള്ള ഫ്ലൈറ്റുകളാണ്. പിന്നെ ഇൻ്റർനാഷണൽ പുറത്തുനിന്ന് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ ഡൽഹി, ബോംബെ പോലുള്ള മെയിൻ സിറ്റികളിൽ വന്നിട്ട് അവിടെ നിന്ന് പ്രയാഗ്രാജിലേക്കുള്ള ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് എടുക്കണം. അല്ലെങ്കിൽ കാശി, വാരണാസി, അയോധ്യ, ലക്നൗ, ഇത് മൂന്നുമാണ് അടുത്തുള്ള ഇൻ്റർനാഷണൽ എയർപോർട്ടുകൾ. അവിടെയൊക്കെ 150-200 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ സ്ഥലങ്ങൾ. അവിടെ നിന്ന് റോഡ് മാർഗ്ഗം പിന്നീട് പ്രയാഗ്രാജിലേക്ക് എത്തിച്ചേരാം. ഇതാണ് ഫ്ലൈറ്റ് വഴി വരികയാണെങ്കിലുള്ള മാർഗ്ഗം. ട്രെയിൻ വഴി വരികയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ പ്രയാഗ്രാജ് ജംഗ്ഷനാണ്. പ്രയാഗ്രാജിൽ തന്നെ 8ഓളം റെയിൽവേ സ്റ്റേഷനുകളുണ്ട്. പ്രയാഗ്രാജ് ചെക്കോയ്, പ്രയാഗ്രാജ് രാംബാഗ്, പ്രയാഗ് ജംഗ്ഷൻ, ഭാഭാമൗ എന്ന് പറയുന്നൊരു സ്റ്റേഷനുണ്ട്, ജൂസി, നൈനി, സുബേദാർഗഞ്ച്, ഇങ്ങനെ ഇത്രയും സ്റ്റേഷനുകൾ പ്രയാഗ്രാജിൽ തന്നെയുള്ള സ്റ്റേഷനുകളാണ്. ഇതിൽ ഏത് സ്റ്റേഷനുകളിലേക്കുള്ള ടിക്കറ്റ് ആണെങ്കിലും പ്രയാഗ്രാജിലേക്ക് ഒരുപോലെ തന്നെയാണ്. കേരളത്തിൽ നിന്ന് സ്ഥിരമായിട്ട് പോകുന്നത് ആഴ്ചയിൽ ഒരു ട്രെയിനാണ്, എറണാകുളം പറ്റ്ന എക്സ്പ്രസ്. അത് ശനിയാഴ്ച രാത്രി ഇവിടെ നിന്ന് പുറപ്പെട്ട് ചൊവ്വാഴ്ച പുലർച്ചെ അവിടെ എത്തിച്ചേരും. പിന്നെ ആ ട്രെയിനിന് ആഴ്ചയിൽ ഒരിക്കലേ ഉള്ളൂ. അതല്ലാതെ കണ്ട് നമുക്ക് കാൺപൂർ എന്ന് പറയുന്ന 150 കിലോമീറ്റർ അകലെ കാൺപൂർ ജംഗ്ഷനിലേക്ക് പോകുന്ന റപ്തിസാഗർ എക്സ്പ്രസ് ആഴ്ചയിൽ 4 ദിവസമുണ്ട്. പിന്നെ ഇപ്പോൾ മേള സ്പെഷ്യൽ എന്നുള്ള നിലയ്ക്ക് മംഗലാപുരത്ത് നിന്ന് ഒരു മംഗലാപുരം വാരണാസി എക്സ്പ്രസ് തുടങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഒരു ഗയ ട്രെയിനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മേള സ്പെഷ്യലായിട്ട്. ഇനിയും ചിലപ്പോൾ കുറച്ച് 1-2 ട്രെയിനുകൾ കൂടി സ്പെഷ്യലായിട്ട് ഉണ്ടായേക്കാം എന്നുള്ള നിലയ്ക്കാണ് അറിയുന്നത്. അപ്പം ഈ കാൺപൂർ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 150 കിലോമീറ്റർ ഒന്നുകിൽ റോഡ് മാർഗം വരാം, അല്ലെങ്കിൽ ഡൽഹി പ്രയാഗ്രാജ് ട്രെയിനുകളെല്ലാം കാൺപൂർ കൂടിയാണ്, ആ വഴി വരാം. അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ദിവസവും ഡൽഹിയിലേക്ക് പോകുന്ന മംഗള കേരള എക്സ്പ്രസ്സുകളിലൊക്കെ ഝാൻസി സ്റ്റേഷൻ, വീരാംഗന ലക്ഷ്മിബായി ഝാൻസി സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്ന് റോഡ് മാർഗ്ഗമാണെങ്കിൽ ഒരു 6-7 കിലോമീറ്റർ, 400-450 കിലോമീറ്റർ ദൂരമുണ്ട്, 6-7 മണിക്കൂർ യാത്ര ചെയ്തോ, അല്ലെങ്കിൽ കാൺപൂർ വന്ന് കാൺപൂരിൽ നിന്നോ പ്രയാഗ്രാജിലേക്ക് എത്തിച്ചേരാം. ഇത്രയുമാണ് ഈ പ്രയാഗ്രാജിലേക്കുള്ള ഇവിടെ നിന്നുള്ള യാത്രാ മാർഗ്ഗങ്ങൾ. പ്രയാഗ്രാജിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രയാഗ്രാജിൽ നിന്ന് 120 കിലോമീറ്റർ അകലെയാണ് കാശി. അതിന് തൊട്ടടുത്താണ്, കാശിയിലേക്ക് പോകുന്ന വഴിക്കാണ് വിന്ധ്യാവാസിനി എന്ന് പറയുന്ന ശക്തിപീഠം. ഇതിനടുത്താണ് ചിത്രകൂടം, പ്രയാഗ്രാജിനടുത്താണ് ചിത്രകൂടം, അയോധ്യ. അപ്പോൾ ഈ സ്ഥലങ്ങളിലേക്കൊക്കെ പ്രയാഗ്രാജിൻ്റെ യാത്രയോട് കൂടി തന്നെ വേണമെങ്കിൽ പോയി വരാവുന്നതാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ രാജകീയ സ്നാന ദിവസങ്ങളിൽ, അതായത് ജനുവരി 14, ജനുവരി 29 മൗനി അമാവാസി, 14 മകരസംക്രാന്തി, 29 മൗനി അമാവാസി, ഫെബ്രുവരി 3 വസന്ത പഞ്ചമി, ഫെബ്രുവരി 12 മാഘപൗർണമി, ഫെബ്രുവരി 26 ശിവരാത്രി. ഈ രാജകീയ സ്നാന ദിവസങ്ങളുടെ തലേന്ന് സ്നാന ദിവസം, അത് കഴിഞ്ഞിട്ടുള്ള 2 ദിവസം, ഈ 4 ദിവസം അവിടേക്ക് മേള നഗരിയിലേക്ക് അകത്തേക്കും പുറത്തേക്കും കടക്കാൻ പറ്റാത്തത്ര തിരക്കായിരിക്കും. അന്നത്തെ ദിവസം വരുന്ന ആളുകൾ തലേ ദിവസത്തിന് ഒരു ദിവസം മുമ്പോ അല്ലെങ്കിൽ തലേ ദിവസം പുലർച്ചെയെങ്കിലും അവിടെ എത്തിച്ചേരാവുന്ന രീതിയിൽ വരണം. സ്നാനം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടേ പുറത്തേക്ക് കടക്കാൻ പറ്റൂ എന്നുള്ള ഒരു ധാരണയോടുകൂടിയും വരണം. ആ തിരക്കുകൊണ്ടാണോ? ആ തിരക്കുകൊണ്ട്. കാരണം കഴിഞ്ഞ കുംഭമേളയിലൊക്കെ നമ്മൾ പിറ്റേ ദിവസത്തെ ഒരു അവസ്ഥ നമുക്ക് 1.5 കിലോമീറ്റർ അകലെ നിന്ന് റെയിൽവേ സ്റ്റേഷന്റെ ഗോപുരം കാണാമെന്നുള്ളതായിരുന്നു. അത്ര എത്തിപ്പെടുന്ന. അതെ. അപ്പൊ ട്രെയിനുകളൊക്കെ ഏകദേശം ചിലപ്പം 5-6 മണിക്കൂർ ലേറ്റ് ആവാം. അവിടെ 2 ലൈറ്റ് ഉണ്ട്. ഒന്ന് തിരക്കിന്റെ, ഇവിടുത്തെ തിരക്കിന്റെ ലൈറ്റിന്റെ ഒരു ഇതുണ്ട്. സ്പെഷ്യൽ ട്രെയിനുകളൊക്കെ ഒരുപാട് വരും എന്നുള്ളത് കൊണ്ട് തിരക്ക് മൂലം ചിലപ്പോൾ വണ്ടി എടുക്കാൻ പറ്റില്ല. 2 രാത്രി ഫോഗ്, മഞ്ഞ് നന്നായി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും ട്രെയിനിന് യാത്ര ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ട്രെയിനുകൾ ആ സമയത്ത് വല്ലാതെ ലേറ്റ് ആവാം. അത്ര കട്ട് മഞ്ഞായിരിക്കും അല്ലേ? കട്ട് മഞ്ഞ. ചിലപ്പോൾ രാത്രി ഓടാനേ പറ്റില്ല ട്രെയിൻ, മഞ്ഞ് മൂലം പാളം കാണാതിരിക്കുന്നതുകൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ട്രെയിനിന്റെ ലൈറ്റും കൂടി ഉണ്ടാവാം. റോഡാണെങ്കിൽ 40-50 കിലോമീറ്റർ ബ്ലോക്ക് ആയിരിക്കും. അപ്പോൾ ആ ഒരു സാഹചര്യം ഈ 4 ദിവസങ്ങളിൽ ഉണ്ടാവും. അല്ലാത്ത ദിവസങ്ങളിൽ താരതമ്യേന കുഴപ്പമില്ല. തിരിച്ചുള്ള ട്രെയിൻ ഈ മേള കാലത്ത് പ്രയാഗ്രാജിൽ നിന്ന് ബുക്ക് ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും ഒരു സൗകര്യമായിട്ടുള്ള കാര്യം. കാരണം ആ തിരക്കിൽ നമ്മുടെ സീറ്റിലൊക്കെ മറ്റുള്ള ആളുകളൊക്കെ ഇരിക്കുക കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. നമുക്കൊരു ചിലപ്പോൾ ഒരു മുഷ്ടിലോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അത് തിരിച്ച് കാൺപൂർ പോലുള്ള അടുത്തുള്ള സ്റ്റേഷനുകളിൽ നിന്നുള്ള ട്രെയിൻ നോക്കുകയായിരിക്കും.
ആ ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇപ്പം മലയാളി ഉൾപ്പെടെ അവിടെ വരുന്ന ആളുകൾ എന്താണ് ചെയ്യുന്നത്, അല്ല എന്താണ് ചെയ്യേണ്ടത്? അവിടെ വരുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒന്ന് കാലാവസ്ഥയുടെ കാര്യം ശ്രദ്ധിക്കണം. കാരണം നല്ല മഞ്ഞുള്ള സ്ഥലമാണ്, പൂഴി മണ്ണിലാണിത് മുഴുവൻ. അപ്പം നല്ല പൊടിയും ഉണ്ട്, നല്ല മഞ്ഞും ഉണ്ട്. അപ്പം മഞ്ഞിന് വേണ്ട മുഴുവൻ സംവിധാനങ്ങളും, അതായത് സോക്സ്, സ്വെറ്റർ, മഫ്ലർ, ജാക്കറ്റ്, മങ്കി ക്യാപ്പ് തുടങ്ങിയിട്ടുള്ള എല്ലാ സംഗതികളും കരുതണം. സ്വെറ്ററും സോക്സും ഒക്കെ ഇട്ടിട്ട് വേണം കിടന്നുറങ്ങാൻ തന്നെ. അത്ര തണുപ്പാണ്. ടെൻറ്റുകളിലാണ് താമസം. ഈ കാറ്റ്, പുഴയിൽ നിന്നുള്ള തണുത്ത കാറ്റും നന്നായിട്ടുണ്ടാവും. പിന്നെ പൊടി നന്നായിട്ടുണ്ടാവും. അപ്പോൾ മാസ്ക് ഉപയോഗിക്കുന്ന ആളുകൾ മാസ്കൊക്കെ ഉപയോഗിക്കുകയായിരിക്കും നല്ലത്. അപ്പം മേളയിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒന്ന് സ്നാനം ചെയ്യുക എന്നുള്ളതാണ്. രണ്ട്, ആധ്യാത്മിക പരിപാടികളിൽ നമ്മുടെ താല്പര്യങ്ങളനുസരിച്ചിട്ട് പങ്കെടുക്കാം. മേളയിൽ വന്നാൽ സാധാരണഗതിയിൽ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം സാധുക്കൾക്ക് സേവ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ആശ്രമങ്ങളിൽ നിന്നിട്ടോ അല്ലെങ്കിൽ അവിടെയുള്ള കാര്യങ്ങളിൽ ഇടപെടുക. പിന്നെ സന്യാസിമാർക്ക് അവിടെ സമഷ്ടി ഭണ്ഡാരകൾ നടക്കും. ആ ഭണ്ഡാരകളിൽ നമ്മളുടേതായിട്ടുള്ളൊരു സമർപ്പണവും, കാരണം അവിടെ സന്യാസിമാർക്ക്, സാധുക്കൾക്ക് അന്നവും ദക്ഷിണയും വസ്ത്രവും എല്ലാം ചേർന്നിട്ട് കണ്ടാണ് ഒരു വലിയ ഭണ്ഡാരകൾ. അത് ഈ ഷഹീസ്നാൻ കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലാണ് നടക്കുക വലിയ രീതിയിൽ. ഈ 60 ലക്ഷം സാധുക്കൾക്കും നടക്കും, പല സ്ഥലങ്ങളിൽ വെച്ചിട്ട് വലിയ രീതിയിൽ ഓർഗനൈസ് ചെയ്യുക. അപ്പോൾ അതിൽ നമ്മളുടേതായിട്ടുള്ളൊരു പങ്കാളിത്തം ഉണ്ടാക്കുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും മേളയിലൊരു വഴിപാട് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഒരു ഇതായിരുന്നു പറയുന്നത്. ഇതാണ് മേളയിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ. അത് ശരി. അപ്പോൾ ഈ അവിടെ വരുന്ന അവർക്ക് വേണ്ട ഇതിനു വേണ്ടിയുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളുണ്ട്. ഇത് ഇന്നതാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ്. അപ്പോൾ അറിയാതെ നിൽക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് എന്ത് മാർഗ്ഗനിർദ്ദേശങ്ങളായിരിക്കും ഈ സംഘാടകരുടെ ഭാഗത്തുനിന്ന് കൊടുക്കാൻ കഴിയുക? അതിൽ മേളയിൽ ഒരു സംഘാടകർ ഇല്ല എന്നുള്ളതാണ് മേളയുടെ പ്രധാനപ്പെട്ട പ്രത്യേകത. അത് എങ്ങനെയാണിത് നടത്തുക എന്ന് പോലും ആലോചിക്കാതെ നടന്നു പോകുന്ന ഒരു സംഗതിയാണ് മേള. ഇപ്പം മേളയുടെ കാലം തന്നെ, അതായത് സമയമനുസരിച്ചിട്ടാണ്, വ്യാഴത്തിൻ്റെ രാശി മാറ്റം അനുസരിച്ചിട്ടാണ് മേളയുടെ സമയം നിശ്ചയിക്കുന്നത്. അപ്പോൾ പഴയ കാലത്ത് ഇങ്ങനെ മാധ്യമങ്ങളോ കമ്മ്യൂണിക്കേഷനോ ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് ഭാരതത്തിൻ്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിലുള്ള സന്യാസിമാർ, ഹിമാലയത്തിലുള്ളവർ, നർമ്മദാ തടത്തിലുള്ളവർ, കാട്ടിലിരിക്കുന്നവർ, ഇവരെല്ലാവരും കൃത്യമായി ഈ 12 വർഷം കൂടുമ്പോൾ മേളയിലേക്ക് എത്തിയിരുന്നത് ഈ രാശി അനുസരിച്ചിട്ട്, വ്യാഴത്തിൻ്റെ രാശി അനുസരിച്ചിട്ടാണ്. വ്യാഴം ഇടവം രാശിയിലേക്കും സൂര്യനും ചന്ദ്രനും മകരം രാശിയിലേക്കും പ്രവേശിക്കുമ്പോഴാണ് കുംഭമേള നടക്കുന്നത്, പ്രധാനമായിട്ടും മാഘമാസത്തിൽ. അപ്പോൾ അത് അനുസരിച്ചിട്ടാണ് എത്തുന്നത്. അപ്പോൾ അങ്ങനെയാണ്, സംഘാടകരെ ഇല്ലാത്ത, അർത്ഥത്തിൽ ഇല്ലാത്തൊരു ഇതാണ് മേള. അവിടെ മാർഗ്ഗനിർദ്ദേശം നൽകാനായിട്ടുള്ള എല്ലാ തരത്തിലുള്ള, അതായത് മുഴുവൻ സമൂഹത്തിനും മാർഗ്ഗനിർദ്ദേശം നൽകുന്ന എല്ലാ സന്യാസിമാരും ഉള്ള സ്ഥലമാണ്. നിങ്ങൾക്ക് ആരോട് ചോദിച്ചാലും വേണ്ട എല്ലാ വിവരങ്ങളും കിട്ടും. അപ്പോൾ എന്തായാലും ഈ മഹാമേളയെക്കുറിച്ച് ഒരുപാട് വിവരങ്ങളാണ് നൽകിയത്. അപ്പോൾ ഇനി ഒരു സംശയം കൂടെ ഉള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ അവിടേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ എത്ര ദിവസം വരെ അവിടെ തങ്ങാൻ പറ്റും? അതിനുള്ള എന്ത് ഫെസിലിറ്റി, ഇപ്പോൾ ടെൻറ്റുകളിലൊക്കെ എങ്ങനെ താമസിക്കാൻ പറ്റും? ഇപ്പോൾ ഇതൊന്നും അറിയാതെ വരുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് എന്തായിരിക്കും അവിടെ ചെയ്യാൻ കഴിയുക? എത്ര ദിവസം താമസിക്കാം എന്നുള്ളത് നമ്മുടെ ഒരു താല്പര്യം അനുസരിച്ചിരിക്കും. എൻ്റെ അടുത്ത് കാശിയിൽ എത്ര ദിവസം കൊണ്ട് കാശി കണ്ട് തീർക്കാമെന്ന് പലരും ചോദിക്കാറുണ്ട്. ഒരു ജന്മം കൊണ്ട് നമുക്ക് കാശിയുടെ ഒരു അംശയെ കാണാൻ തന്നെ പറ്റില്ല എന്നുള്ളൊരു അഭിപ്രായമാണ് ഞാൻ പറയാറ്. അപ്പോൾ അതുപോലെ കുംഭമേള എന്ന് പറയുന്നത് ഒരു ആധ്യാത്മിക സംഗമമാണ്, ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യ സംഗമമാണ്. അതോടൊപ്പം ഭാരതത്തിലെ ഏറ്റവും വലിയൊരു സാംസ്കാരിക ഉത്സവമാണ്. ഭാരതത്തിൻ്റെ ഒരു ഐക്യത്തിൻ്റെ, ഏകതയുടെ, സംസ്കാരങ്ങളുടെ സമന്വയത്തിൻ്റെ, എല്ലാ ഭാഷകളിലുള്ളവർ, എല്ലാ സംസ്കാരത്തിലുള്ളവർ, വിവിധ തരത്തിലുള്ള ആധ്യാത്മിക ധാരയിലുള്ളവർ എല്ലാവരും സംഗമിക്കുകയാണ്. കലകൾ, വസ്ത്രം, ഭാഷ, ഭക്ഷണം, പലതരത്തിലുള്ള രുചികൾ, ഇതെല്ലാം സംഗമിക്കുകയാണ് അവിടെ. നമുക്ക് ഇന്ത്യ മുഴുവൻ അവിടെ കാണാം. ഒരു പരിച്ഛേദമാണ്, അത് മുഴുവൻ അവിടെ കാണാം. അപ്പം അതിൽ നമുക്ക് എത്രത്തോളം അത് ആസ്വദിക്കാൻ തോന്നുന്നു പറയുന്നത്, അത്രത്തോളം നമുക്കത് ആസ്വദിക്കാം. ചില ആളുകൾക്ക് ഒന്നും ഇല്ലയെന്ന് കണ്ട് ഒരു ദിവസം കൊണ്ട് തിരിച്ചു പോരാനും തോന്നാം. അപ്പോൾ അത് അവരുടെ ഒരു വാസന കരുതിയിട്ടാണ്. അവിടുത്തെ താമസ സൗകര്യങ്ങൾ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ടെൻറ്റുകളാണ്. ഒന്ന് പ്രയാഗ്രാജ് സിറ്റി, ഒരു 4 കിലോമീറ്ററാണ് ഈ മേള ക്ഷേത്രത്തിൽ നിന്ന് അകലമുള്ളത്. അവിടെ എല്ലാ തരത്തിലുള്ള ഹോട്ടൽ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ ഈ മേള നഗരിയിൽ ഹോട്ടലുകൾ ഒരുക്കുന്ന ടെൻറ്റുകളുണ്ട്. അതായത് 3 സ്റ്റാർ 4 സ്റ്റാർ സൗകര്യങ്ങളൊക്കെയുള്ള വാട്ടർ ഹീറ്റർ, അറ്റാച്ച്ഡ് ടോയ്ലറ്റ്, അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളൊക്കെയുള്ള ടെൻറ്റുകളുണ്ട്, ഹോട്ടൽ ടെൻറ്റുകളുണ്ട്. നമുക്ക് ഓൺലൈനിലൊക്കെ ബുക്ക് ചെയ്യാം. അത്യാവശ്യം കുറച്ച് എക്സ്പെൻസീവാണ്. അത് കൂടാതെ കണ്ട് മേള അതോറിറ്റി, പിന്നെ വിശ്വ ഹിന്ദു പരിഷത്ത് പോലുള്ള സംഘടനകൾ, ഇവരെല്ലാവരും ഡോർമെട്രികൾ സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. അത് ചിലത് സൗജന്യമായിട്ടുണ്ട്, ചിലത് ചെറിയൊരു കോൺട്രിബ്യൂഷൻ കളക്ട് ചെയ്തിട്ടുള്ള ഒരു ഇതുണ്ട്. പിന്നെ ആശ്രമങ്ങളുടെ ടെൻറ്റുകളുണ്ട്. അത് ആശ്രമങ്ങളുടെ ഒരു സ്ഥിതിയും വലിപ്പവും കാര്യങ്ങളും ഒക്കെ അനുസരിച്ച്, അവരുടെ ഭക്തരുടെ ഒരു എണ്ണമൊക്കെ അനുസരിച്ചിട്ട് ആ സൗകര്യങ്ങളിൽ പലതരത്തിലുള്ള സൗകര്യങ്ങളുള്ളവരുണ്ട്, ഇതുണ്ടാവും. അവിടെ അതാത് ആശ്രമങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾക്കാണ് അവർ ആ സൗകര്യം ഒരുക്കുന്നത്. പക്ഷേ നമ്മൾ ചെല്ലുന്ന സമയത്ത്
അവിടെ ആ സൗകര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഉപയോഗപ്പെടുത്താം. അധികവും നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ തീർത്ഥാടകർക്കൊക്കെ ഇപ്പോൾ ശബരിമല യാത്രയ്ക്കൊക്കെ വിരിവയ്ക്കാവുന്നത് പോലുള്ള ഒരു സൗകര്യം എന്നുള്ള നിലയ്ക്ക് നമുക്ക് കണക്കാക്കാം. ഒരു പൊതു സൗകര്യം എന്നുള്ള നിലയ്ക്ക് കണക്കാക്കാം. നമ്മൾ അവിടെ നിൽക്കുന്ന സമയത്ത്, നമ്മൾ പോരുന്ന സമയത്ത് നമ്മളുടെ ഒരു കോൺട്രിബ്യൂഷൻ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡൊണേഷനായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് അവിടെ ചെയ്യേണ്ട ഒരു കാര്യം. ഇപ്പോൾ ഏജ് ഗ്രൂപ്പൊക്കെ പറയാം, അല്ലെങ്കിൽ ജെൻഡറായിട്ട് കണക്കാക്കില്ല, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരായിരിക്കും വരാറുള്ളത് എന്നൊക്കെയുള്ളത്? അവിടെ എല്ലാവരും വരും. അതിൽ ഈ വളരെ തീരെ ചെറിയ കുട്ടികൾ ധാരാളം വരുന്നുണ്ട്. അവിടെ പലരും ഇപ്പം 40 കോടി ആളുകളിൽ എല്ലാവരെയും കൊണ്ടുവരുന്നവരുണ്ട്. പക്ഷെ നമ്മളത് ഒരു അഡ്വൈസ് ചെയ്യുന്നൊരു കാര്യമല്ല. വളരെ ചെറിയ കുട്ടികളെ അവിടെ കൊണ്ടുവരിക എന്നുള്ളത് പൊടിയും തണുപ്പും ഒക്കെ, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള അവർക്ക് ആ കാലാവസ്ഥയൊന്നും പരിചയമില്ല. അതുകൊണ്ട് അത് ഒഴിവാക്കുകയാണ് നല്ലതെന്നാണ് നമ്മളൊരു നിർദ്ദേശം. അല്ലാതെ ഇപ്പോൾ നമ്മൾ 20 കോടി ആളുകളെങ്കിലും വരുന്നവരിൽ സ്ത്രീകളായിരിക്കും. സ്ത്രീകളായിട്ടുള്ള സന്യാസിമാർ ഒരുപാട് പേരുണ്ട് നമ്മളുടെ അഖാഡയിലുണ്ട്. പിന്നെ ഈ ജെൻഡർ എന്ന് പറയുമ്പോൾ അത് നമുക്ക് യാദൃശ്യം, ഇപ്പോൾ മീഡിയ എന്നുള്ള നിലയ്ക്കൊക്കെ നിങ്ങൾക്ക് കൂടി ഒരു താല്പര്യമുള്ള കാര്യമായിരിക്കും. ഈ അന്തർദേശീയ ലോകം, ഇൻ്റർനാഷണൽ ലോകം ഈ ബോഡി പൊളിറ്റിക്സിനെ കുറിച്ച് അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭാരതത്തിൽ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള സന്യാസിമാരുണ്ട്. നമ്മുടെ അഖാഡയിലുണ്ട്. 100 കണക്കിന് പേരുണ്ട്. അതിൽ നമ്മളിപ്പോൾ ഒരു ആധ്യാത്മിക ധാരയുടെ ഏറ്റവും ഉന്നതമായ പദവി, ഇപ്പോൾ നമ്മളൊരു പോപ്പ് എന്നൊക്കെ പറയുന്ന പോലുള്ളൊരു ഇതിൽ നമ്മുടെ പദവിയാണ് ആചാര്യ മഹാമണ്ഡലേശ്വർ. ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആചാര്യ മഹാമണ്ഡലേശ്വരുണ്ട്. എല്ലാവരും നമസ്കരിക്കുന്ന, എല്ലാവരും പൂജിക്കുന്ന ആചാര്യ മഹാമണ്ഡലേശ്വരായിട്ടുള്ള പദവിയിൽ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ യാതൊരു തരത്തിലുള്ള ലിംഗഭേദമോ ജാതിഭേദമോ ഒന്നുമില്ലാത്ത ഒരു ആത്മീയ അനുഭൂതിയുടെ സംഗമമാണ് കുംഭമേള. അപ്പോൾ എന്തായാലും ഈ കുംഭമേളയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ തന്നെയാണ്. എങ്ങനെയാണ് നമ്മളവിടെ പോയാൽ നിൽക്കേണ്ടത്, എങ്ങനെയാണ് നമുക്ക് സഹായം കിട്ടുന്നത്, എല്ലാം തന്നെ വിശദമായിട്ട് സ്വാമി ആനന്ദവനം പറഞ്ഞു. അദ്ദേഹം അടുത്ത ദിവസം തന്നെ ഈ കുംഭമേളയുടെ ഒരു സംഘാടന പദവിയിലേക്ക് പോവുകയാണ്. എന്തായാലും നമ്മളൊക്കെ അവിടെ ചെന്നാൽ അദ്ദേഹത്തെ നേരിട്ട് കാണാൻ പറ്റുമായിരിക്കും. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.